ഇതിൻ്റെ പേരിൽ അന്ന് കേരള സർക്കാർ അത് ക്ലീൻ കേരള മിഷൻ്റെ ഒരു പദ്ധതിയൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഇതിൻ്റെ പ്രോജക്റ്റുകൾ തയ്യാറാക്കി, കുട്ടികൾ പ്രോജക്റ്റുകൾ തയ്യാറാക്കി, എല്ലാ കാര്യങ്ങളും എത്തിച്ചു. എല്ലാവരും അതിനിടെ സിനിമ ഉണ്ടാക്കി. സിനിമ 140 മണ്ഡലത്തിൽ പ്രദർശിപ്പിച്ചു. പക്ഷേങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഭാഗത്ത് ഈ പ്രദർശനം കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞു ഇംപ്ലിമെൻറ്റേഷൻ്റെ ഭാഗത്ത് പൂർണ്ണമായ ഒരു പരാജയമായിരുന്നു. ആ ക്ലീൻ കേരള മിഷനിലെ ദിവസങ്ങൾ തിരുവനന്തപുരത്ത് ഈ നേരായ സാറിൻ്റെ കൂടെ കയറി ഇറങ്ങിയപ്പോൾ ഇവിടെ മനുഷ്യനെ ബോധവൽക്കരിക്കുന്ന മുറികൾ നിറച്ച പുസ്തകങ്ങൾ അടിച്ചു വെച്ചിട്ടുണ്ട്. മനുഷ്യനെ ബോധവൽക്കരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ ബോധവൽക്കരണം ജനങ്ങളിലെത്തി അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന നടപടിയിൽ നമ്മൾ 100% പരാജയപ്പെട്ടു. അതാണ് പരസ്പര ഇതിലേക്ക് ഇപ്പോൾ ഈ ചർച്ചകൾ നടക്കുന്നു, ഇപ്പോഴത്തെ ക്ലാസ്സുകൾ നടക്കുന്നതെല്ലാം. ഇത് ഈ പറഞ്ഞതുപോലെ അമ്മയമ്മ ഇവിടെ സൂചിപ്പിച്ചു, 90 വീടുകളിലാണ് ചരക്കടവ് പഞ്ചായത്തിൽ ഇതുവരെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചു. ഇത്രയും സബ്സിഡി കൊടുത്തു 90 വീടുകളിൽ നടന്നു. ഈ ഭാഗമാണ് നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ പ്രശ്നം. ഈ ഭാഗത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാരണം എങ്ങനെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും? ഇന്ന് നമ്മൾ ഇതെല്ലാവരും ബോധവൽക്കരിച്ച് നമ്മൾ വീട്ടിൽ പോകുന്നു. എല്ലാവരും മനസ്സാക്ഷിയോട് ഒന്ന് ചിന്തിക്കുക. നമ്മളുടെ വീടല്ല നമ്മൾ രണ്ടാളെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ പറ്റും. ആരും ഒരുപക്ഷെ മുന്നോട്ട് തയ്യാറായിട്ടുണ്ട്. എല്ലാം കേട്ട് മനസ്സിലാക്കി നിങ്ങളുടെ അയലോകത്തെ വീടുണ്ടെങ്കിൽ കൊള്ളാം, നല്ല കാര്യമെന്ന് പറയുന്നതല്ല, സ്വയം ബോധവൽക്കരിക്കുന്ന ജീവിക്കുക. അത് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകതയാണ്. ആ സമൂഹത്തിൻ്റെ പ്രത്യേകത മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനുൾപ്പെടെ എന്താ പറയുന്നത്, ഞാൻ ഇന്ദിരാസ്മൃതി ട്രസ്റ്റിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഞാനുൾപ്പെടെയുള്ള ഇപ്പം സൂചിപ്പിച്ചു ഇങ്ങനെ സാമുദായിക സാംസ്കാരിക സംഘടനകളുടെ ഒത്തിരി നേതാക്കന്മാരാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ ചിറക്കടവിലെ 10 വീട് എടുത്ത് ഈ 10 വീട്ടിൽ പഞ്ചായത്തിൽ നിന്ന് ഈ സബ്സിഡി തരാൻ അവർ നമ്മളെ ബോധവൽക്കരിക്കുന്ന അവരെ സബ്സിഡിയോട് തരാൻ തയ്യാറാണെങ്കിൽ ഞാൻ സംഘടിക്കുന്ന പോലെ ഓരോ സംഘടനയും 10 വീടെടുത്ത് 10 വീട്ടിൽ ബോധവൽക്കരിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്തവരെ അവരെ കൊണ്ട് ഇത് വേസ്റ്റ് ഇരിക്കുന്ന ഉത്തരവാദിത്തം വരെ ഏറ്റവും നമ്മൾ തീരുമാനിച്ചാലേ ഇത് ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടാവുള്ളൂ. അതിനുള്ള മനസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോരുത്തർക്ക് വേണ്ട പറ്റുമെന്നുണ്ടെങ്കിൽ പലപ്പോഴും മോഡൽ ഇപ്പം സാറ് പഞ്ചായത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചു. അതുപോലെ നമുക്കൊരു കർക്കിടകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം എടുക്കാം. ആ ഭാഗം എടുത്തിട്ട് 100 വീടുകൾ എടുത്തിട്ട് ആ 100 വീടുകളിൽ എല്ലാ വീടുകളിലും ഈ കൈത്ത് കമ്പോസ്റ്റ് ഉണ്ടാക്കി ആ ആൾക്കാരെ കൊണ്ട് ഉണ്ടാക്കി അവിടെ അവർ ഇടുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു സംഘടനയുടെ ഒരു ഭാഗമായിട്ട് അങ്ങനെ ഒരു മീഡിയ ഉണ്ടായിട്ട് അവരെ കൊണ്ട് നടത്തിച്ചാൽ മാത്രം അത് കണ്ടിട്ട് അടുത്ത ഏരിയ അത് സക്സസ് ആയെങ്കിൽ അടുത്ത ഏരിയ അങ്ങനെ മാത്രമേ നമ്മൾ എത്തിച്ചേരുള്ളൂ. എനിക്കറിയാം ഇത്രയും തീർച്ചയായിട്ടും ആ